ഹലോ ഗുഡ് മോർണിംഗ്. പ്രഗ്നൻസി സെക്കൻഡ് ട്രിമസ്റ്റർ തുടങ്ങിയ പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് യോഗയിൽ തുടങ്ങാറാണ് ഇപ്പൊ പതിവ്. യോഗ ചെയ്യാൻ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞ ആൾ ഇതേ കിടന്നുറങ്ങുന്നു. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എണീപ്പിച്ചിട്ട് എന്റെ കാര്യം. എന്റെ വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റാത്ത അവസാനം ബോസ് എണീറ്റു കേട്ടോ. രാവിലെ നേരത്തെ എണീക്കാൻ തുടങ്ങിയപ്പോൾ കുറേ സമയമുള്ള ഫീലാണ് ഇപ്പൊ. അങ്ങനെ യോഗ തുടങ്ങുമ്പോഴേക്ക് ബോസ് മുങ്ങിട്ടോ. പിന്നെ അവസാനം ഞാൻ ഒറ്റയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്തു. മൂപ്പരുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ചെയ്താൽ പറ്റൂല കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആക്കി ചെയ്യേണ്ടി വരും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പോയി. ഇന്ന് ഇഡ്ഡലിയാണ്. ഞാൻ ആദ്യം ഒരു നാടൻ പുഴുങ്ങിയ മുട്ട അകത്താക്കി. രാവിലെ അവർക്ക് ഫുഡ് ഉണ്ടാവാനുള്ളതുകൊണ്ട് നേരത്തെ ചോറും കറിയൊക്കെ ആവും. പിന്നെ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് അർണാട് യാത്ര അയക്കാൻ നിന്നു. ഞാനിപ്പോ ലീവിലായോണ്ട് എന്റെ ബമ്പൂണ്ട് ബോർഡ് ഒട്ടിച്ച വണ്ടിയും കൊണ്ടാ മൂപ്പര് പോവാറ്. പിന്നെ ഇഡ്ഡലിയും സാമ്പാറും എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അത് നല്ല തട്ട് കെട്ടി. അമ്മ അലക്കാനും മുറ്റടിക്കാനൊക്കെ പോയപ്പോ ഞാൻ അകം കൊലായൊക്കെ അടിച്ചു വരാൻ നിന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നട്ട്സും ഡേറ്റ്സും കഴിക്കാന്ന് വെച്ചു. ഡെയിലി ധാരാളം വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അതിപ്പോ ഞാൻ മറക്കാണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞി ചട്ടി ഇട്ടിയപ്പോ അതിൽ മണി പ്ലാന്റ് കുഴിച്ചിട്ട് റൂമിൽ കൊണ്ടുവെക്കാന്ന് വിചാരിച്ചു. റൂമിൽ വെക്കാനുള്ളതല്ലേ. അപ്പൊ ചട്ടിയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ജനലിന്റെ ഒരു മൂലക്കിൽ കൊണ്ടുവച്ചു. നോക്കട്ടെ മണി പ്ലാന്റ് കുഴിച്ചിട്ട് മണി ഉണ്ടാവുണ്ടോന്ന്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് കുളിയും നനയൊന്നുമില്ലേന്ന്. കുളിക്കാൻ പോവന്നെയാണ്. അതിന് മുന്നേ കുറച്ച് താളി ഉണ്ടാക്കണം. ഞാൻ താളി മിക്സിയിൽ ഇട്ടൊന്ന് അരച്ചിട്ട് പീങ്ങിയെടുക്കാണ് ചെയ്യാറ്. താളി തേക്കുന്ന ഡെയിലി റൂട്ടീൻ അല്ല കേട്ടോ. ഒന്നരാടനാണ് ചെയ്യാറ്. ഒന്നാമത്തെ ഈയിടെയായിട്ട് മുടി നല്ലോണം കൊഴിയാറുണ്ട്. അമ്മനെ വിളിക്കുമ്പോ എപ്പോഴും എന്നോട് പറയുന്നതാ താളി തേച്ച് കുളിക്കാൻ. വീട്ടിൽ പോകുമ്പോ അമ്മ എന്തൊക്കെയോ ഇട്ട് കാച്ചി തന്നയക്കുന്ന എണ്ണ തന്നെയാണ് തേക്കാറുള്ളത്. ഇപ്പൊ ആദ്യത്തെ അത്ര കൊഴിച്ചിലില്ലെങ്കിലും ഫുള്ളായിട്ട് കൊഴിച്ചിൽ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്ന് ഇനി ചോറുന്നണം. നല്ല സാമ്പാറും ഉപ്പേരിയും തൈരും കൊണ്ടാട്ടമുളകും ഒക്കെ കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിച്ചു. അല്ലെങ്കിൽ ഈ വെജിറ്റേറിയൻ ഫുഡിനോടാണ് എനിക്ക് പണ്ടേ താല്പര്യം. പിന്നെ ഉച്ചത്തെ ഗുളിക ഒഴിച്ചു. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞ് 3 വെറൈറ്റി ഗുളികകളൊക്കെ കൊണ്ട് കുടിക്കാൻ. പിന്നെ ഇത് എനിക്ക് ഈ ഇടയായിട്ട് തുടങ്ങിയൊരു ശീലമാട്ടോ. ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഹൊറർ മൂഡ് പിടിക്കാന്ന് വെച്ചു. പിന്നെ എനിക്ക് പണ്ടേ ഉള്ളൊരു കുഴപ്പമാണ് ബുക്ക് വായിച്ചു തുടങ്ങുമ്പോഴേക്ക് ഉറക്കം വരുന്നത്. അങ്ങനെ ഒരു ഉണ്ണിയിറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇനി കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. അതൊക്കെ മടക്കി വെച്ച് പിന്നെ ഒരു ഉറുമ്പാമ്പഴം എടുത്ത് കഴിച്ചു. നടക്കാൻ ഇറങ്ങാൻ നിന്നപ്പോൾ ദേ നല്ല മഴ. പിന്നെ മഴയൊക്കെ തോർന്നിട്ടാണ് നടക്കാൻ ഇറങ്ങിയത്. ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് അമ്മ ഇല്ല. അല്ലെങ്കിൽ സാധാരണ അമ്മയും കൂടെ നടക്കാൻ വരാറുള്ളതാ. ഇവിടെ അടുത്ത് തന്നെ മൺകുഴിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമാണ്. തിരിച്ചു വരുമ്പോഴേക്ക് അമ്മേന്റെ സീരിയലിന്റെ ടൈമൊക്കെ സ്റ്റാർട്ടായിട്ടോ. അവരൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് മാങ്ങ ജ്യൂസ് അടിക്കാന്ന് വെച്ച്. ചായക്ക് കൂട്ടാനുള്ള ഉഴുന്നോടെ ജ്യൂസിനങ്ങ് കൂട്ടി. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചായ കംപ്ലീറ്റ് ഒഴിവാക്കിട്ടോ. അങ്ങനെ അച്ഛനും ഏട്ടന്മാരും എല്ലാവരും എത്തി. അഖിലേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്ന പാർട്സിൽ നിന്ന് ലിവർ മാത്രം എടുത്ത് രാത്രിയത്തേക്ക് കുറച്ച് പൊരിച്ചു. അങ്ങനെ അതും കൂട്ടി കുറച്ച് ചോറും തിന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു പേരക്കയും കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ TV കണ്ടിരുന്നു. പിന്നെ കിടക്കാൻ നേരം ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് പതിവാട്ടോ. അങ്ങനെ രാത്രിയത്തെ സപ്ലിമെന്റ്സും കൂടെ എടുത്ത് ഇന്നത്തെ ഡേ ഫുള്ളായി. ഇനി എന്താ ഉറങ്ങണം. അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ.